ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നിവിടെ എൻ്റെ ഏട്ടൻ്റെ വീട്ടിലാണ്. 2 ദിവസം ലീവ് കിട്ടിയപ്പോൾ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ വണ്ടൂർ കോട്ടാല കേട്ടോ, റോഡ് സൈഡിലാണ്. ഏട്ടനോട് ഒരു നഴ്സറി ഉണ്ട്, മിറാക്കിൾ ഗാർഡൻ എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അതിൽ എല്ലാവിധ പ്ലാന്റ്സുകളും എല്ലാവിധ ചെടികളും ഇൻഡോർ പ്ലാന്റ്സുകളും എല്ലാം ഉണ്ട് കേട്ടോ. പ്ലാവ്, തെങ്ങൻ തൈകൾ, കുള്ളൻ തെങ്ങൻ തൈകൾ, ഫ്ലവേഴ്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ വരുന്നത് വണ്ടൂർ കോട്ടാലയാണ്. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ്സുകളാണ്. അപ്പോൾ നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്ക് വീടിൻ്റെ മുന്നിലായിട്ട് വയ്ക്കാൻ പറ്റുന്ന എല്ലാ ചെടികളും ഉണ്ട്. ഇത് കാസർഗോഡൻ കവുങ്ങുകളാണ്, അതായത് നാടൻ കവുങ്ങുകൾ കേട്ടോ. അപ്പോൾ ഒരുപാടുണ്ട്. ഒരു ഏരിയ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ചെടികളാണ്, ഇൻഡോർ പ്ലാന്റ്സുകളാണിത്. അപ്പോൾ ഇത് ചെറിയ കുള്ളൻ ചെടികൾ കേട്ടോ, സഫോളയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫ്ലവർ ഉണ്ടാവില്ല, അതിന് പകരം ലീഫ് തന്നെ ഫ്ലവറിൻ്റെ സൈസിൽ വരുന്നതാണ് കേട്ടോ. ഇത് ടെർമിനാലിയ. ഇവിടുത്തെ ട്രെൻഡാണ് ഇപ്പോഴത്തെ. ചെറിയ ലീഫുകളായിരിക്കും കേട്ടോ, തട്ടായിട്ട് അങ്ങനെ ഓരോ ഗാർഡനായിട്ട് സെറ്റ് ചെയ്യാനും വീടിൻ്റെ ഹോട്ടലിൽ അങ്ങനെ മെയിൻ സ്ഥലത്തിൻ്റെ ഫ്രണ്ടിലൊക്കെ വെക്കുന്നതാണ് ടെർമിനാലിയ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ മാവും തൈകളാണ്. അങ്ങനെ മാവും തൈൻ്റെ സെക്ഷനാണ് കേട്ടോ. അത് വെറൈറ്റിയാണ് ഓരോന്നും. പിന്നെ ഇത് നമ്മൾ വീട്ടിന് മുറ്റത്തോ കുറച്ച് സ്ക്വയറായിട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ഇതാണ്. പിന്നെ ഇത് സപ്പോട്ട. ചെറിയ തയ്യാകുമ്പോൾ തന്നെ ഒരുപാട് ശാഖകളിലെല്ലാത്തിലും കായ്ക്കുന്നതാണ് കേട്ടോ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റാണ്. ഒറ്റൊരു തണ്ട് അതുപോലെ ഒരു ഞെട്ടി വെച്ചാൽ മതി, നന്നായിട്ടുണ്ടാവും. പിന്നെ റംബുട്ടാൻ്റെ തൈയാണ് കേട്ടോ. റംബുട്ടാനും അതുപോലെ തന്നെ നല്ല ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാവും. ഇതിന് ഓറഞ്ചാണ്, ചെറിയ കായകളായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ആ വലുപ്പത്തിൽ തന്നെ പഴുക്കുന്നതാണ്. ഇതിൻ്റെ വലുതും ഉണ്ട്, വലിയ ഓറഞ്ചും ഉണ്ട് കേട്ടോ. ഇത് ചെറിയ സൈസിൽ വരുന്നതാണ് ഓറഞ്ച്. അങ്ങനെ ഇത് മുസമ്പിയാണ്. ഓറഞ്ചിൻ്റെ ടൈപ്പിൽ പെട്ടാൽ മുസമ്പി കേട്ടോ. കുറച്ചുകൂടെ നല്ല വലുപ്പം വരും. തൈ അത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പിന്നെ ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഇൻഡോർ പ്ലാന്റ്സുകൾ നിറയെ ഉണ്ട് കേട്ടോ. ഇത് പിന്നെ നമ്മൾ തെങ്ങൻ തൈകൾ, മാവ്, സപ്പോട്ട, പ്ലാവും തൈകൾ എല്ലാം ഉണ്ട്. റംബുട്ടാനാണ്. റംബുട്ടാൻ 2 തരത്തിലുണ്ട് കേട്ടോ, യെല്ലോയും ഉണ്ട്, റെഡും ഉണ്ട്. അതിലിടയ്ക്ക് ഏട്ടന് നനച്ചു കൊടുക്കുന്ന ഓസാണ് കേട്ടോ കാണുന്നത്. അപ്പം മഴയില്ലാത്തുമ്പോൾ 2 നേരം നനച്ചു കൊടുക്കാറുണ്ട്. ഇത് പിന്നെ പ്ലാവിൻ്റെ വെർഷൻസാണ് കേട്ടോ. ഓറഞ്ച് ഉണ്ട്, ചുളകൾ പലതരത്തിലുള്ള നല്ല മധുരമുള്ളതായിരിക്കുമ്പോൾ നല്ല റെഡ് കളർ ഉണ്ടായിരിക്കും കേട്ടോ ചുള. ഓറഞ്ച് ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ നമ്മുടെ സാധാ ഇവിടുത്തെ മഞ്ഞ ഉണ്ട്. ഇതാണ് നല്ല മധുരമുള്ള കേട്ടോ, ഓറഞ്ച് കളറിൽ വരുന്നത്. നല്ല മധുരമായിരിക്കും ഇതിന്. പിന്നെ ഇത് സാധാ ഓറഞ്ച്, ഇത് കുറച്ചുകൂടെ വലുപ്പം വരും. പിന്നെ ഇത് സ്ഥലം ഇല്ലെങ്കിലൊക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ ഇത്തരം ചെടികൾ കുള്ളൻ തൈകളല്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ടെറസിൻ്റെ മുകളിലോ ചട്ടിയിലോ കുറച്ച് വലിയ ചട്ടികളിലൊക്കെ വെച്ചാൽ വീട്ടിൽ മുകളിലും ടെറസിലും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സുകൾ നിറയെ ഉണ്ട്. പിന്നെ പഴയ മോഡൽ അല്ലേ, പുതിയ മോഡലും പഴയ മോഡലും ഉണ്ട്. ഇത് അമ്പഴങ്ങയാണ്. എനിക്ക് നിറയെ കായ്ച്ചിട്ടുണ്ട് അല്ലേ. പഴയ കാലത്തുള്ളൂ ഇത് കാണാൻ, ഇപ്പോൾ ഒന്നും അധികം ഇല്ല, പക്ഷേ എല്ലാ ശാഖകളിലും നിറയെ കായ്ച്ചിട്ടുണ്ട്. അമ്പഴങ്ങയാണ് അത് കേട്ടോ. ഇത് പിന്നെ പീനട്ട് കേട്ടോ. ഇത് നല്ല ലീഫിന് നല്ല കളറായിരിക്കും, പച്ച കളർ. അതിൻ്റെ ഫ്രൂട്ട്സാണത്. നല്ല റെഡ് കളറിലായിരിക്കും, ചെറിയ കായായിരിക്കും കേട്ടോ പീനട്ട് ബട്ടർ.
പിന്നെ ഇത് ദേവദാരു, നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ. ലീഫിൻ്റെ പട്ട വലുതായിട്ട് വീടിൻ്റെ മുന്നിലൊക്കെ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വയ്ക്കാം. തെങ്ങൻ തൈകൾ, മാവൻ തൈകൾ, പ്ലാവ്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ റംബുട്ടാൻ, ഇതൊക്കെ പിന്നെ ഒരു അലങ്കൃതമായ ചെടികളാണ്. എല്ലാത്തിൻ്റെ പേരൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഏട്ടൻ്റെ ഇപ്പോഴേക്ക് കസ്റ്റമർ വന്നപ്പോൾ തിരക്കിലൂടെ പോയി, പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്ത് പോയി. തെച്ചി, ഒരു പിങ്ക് നിറത്തിലുള്ള തെച്ചിയാണ്. നല്ല ഡാർക്ക് കളറുള്ളതുകൊണ്ട് കേട്ടോ, മിക്സഡ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ. പിന്നെ ഇത് നമ്മുടെ നമ്പ്യാർ വട്ടം നമ്മളെ മുറ്റത്തൊക്കെ ഉള്ളത് തന്നെ. പിന്നെ ഇത് ബുഷ് പോലുള്ള ചെടിയാട്ടോ. ആമ്പൽ, അടയ്ക്കാപ്പഴം, ഓരയ്ക്ക. ഇൻഡോർ പ്ലാന്റ്സുകളാണ്. ഒക്കെ ഒന്ന് നോക്കി കാണാം കേട്ടോ നമുക്ക്. ഇതൊക്കെ ആമ്പലാണ് കേട്ടോ. വയലറ്റ് നിറത്തിലുള്ള പൂക്കളുണ്ടാവും ആമ്പൽ. നമുക്ക് പിന്നെ വീട്ടിൻ്റെ മുന്നിൽ 2 സൈഡിലായിട്ടൊക്കെ വെക്കാൻ പറ്റിയതാണ്. ലീഫ് തെങ്ങിൻ്റെയൊക്കെ ഒരു മോഡൽ വരുന്നത്. അത്ര തന്നെ വലിപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് വലിയ ചട്ടിയാണ്, സിമെൻറ്റും ചട്ടി. ഇത് പിന്നെ ആന്തൂറിയം, ചെറിയ തയ്യാകുമ്പോഴുള്ള കേട്ടോ, ചെറിയ വേഷം. പക്ഷേ അതിൻ്റെ ഫ്ലവർ നല്ല റെഡ് കളറായിരിക്കും. ഇതൊക്കെ ചെറിയ കുറ്റിച്ചെടികളാണ്, ഇൻഡോർ പ്ലാന്റ്സുകൾ. പിന്നെ ചേമ്പിൻ്റെ ഇല പോലുള്ള കേട്ടോ, ചെറിയതായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഡാർക്ക് ഗ്രീനാണ് ലീഫുകളെല്ലാം. ലീഫ് തന്നെ നല്ല മോഡൽ വരുന്നുണ്ട് കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിൽ വെറൈറ്റി ലീഫുകൾ വരുന്നുണ്ട്. ഫ്ലവേഴ്സ് ഇല്ലാത്ത ടൈപ്പിൽ വരുന്നതാണിത്. പിന്നെ ചെടിച്ചട്ടികളാണ്. ഓരോ ചെടിക്കും പ്ലാന്റ്സിനും അനുസരിച്ചുള്ള ചെറുതും വലുതായിട്ടുള്ള ചട്ടികളൊക്കെ ഉണ്ട്. പൂനെ ആന്തൂറിയാണ് കേട്ടത്. ചെറുതും വലുതൊക്കെ ആയിട്ടുള്ള വലിയ മോഡലുകളുണ്ട്. പിന്നെ നോക്കിയാൽ ഇതിൻ്റെ കളറ് നല്ല ഡാർക്ക് റെഡാണ്. പൂനെയിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടത്. പിന്നെ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പോട്ടുകളാണത്. പിന്നെ വിത്തുകൾ, വെജിറ്റബിൾ വിത്തുകളും എല്ലാം ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ചട്ടികളാണത്. പിന്നെ വലുതും ചെറുതായിട്ടുള്ള ചട്ടികളുണ്ട്. പല കളറുള്ള ചട്ടികളുണ്ട്. പ്ലാസ്റ്റിക്കാണ് ഇതൊക്കെ കേട്ടോ. സിമെൻറ്റ് ചട്ടികളുണ്ട്. പിന്നെ ഇതെല്ലാം ഹാങ്ങിങ് ചട്ടികളാണ്. നെല്ലയിൽ പെടുന്ന 3 പോളിൽ ഒരു കയറ് വെച്ചുകൊണ്ട് നമുക്ക് വീടിൻ്റെ മുന്നിലൊക്കെ ഹാങ് ചെയ്തിടാം. ഇത് അതിൽ പെട്ടതാണ്, ഹാങ്ങിങ് പ്ലാന്റ്സിൽ പെട്ടതാണ്. ഇത് വലിയ സിമെൻറ്റ് ചട്ടിയാണ്. നമ്മുടെ തെങ്ങ്, പ്ലാവ് അങ്ങനെയുള്ള വലിയ പ്ലാന്റ്സിനൊക്കെ വയ്ക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ചട്ടികളും ഉണ്ട്. പിന്നെ ഇത് വളമാണ് കേട്ടോ. പോട്ടിങ്സൊക്കെ ഉള്ള എല്ലാ തരം വളങ്ങളുണ്ട്. ചെറിയ ചെടികൾക്കും വലിയ പ്ലാന്റ്സിനൊക്കെ വരുന്ന
വളങ്ങളുണ്ട്. ചട്ടികൾ തന്നെ പല വേർഷനുണ്ട് കേട്ടോ. കുഴിയുള്ളതും പല മോഡലായിട്ടുള്ളതുണ്ട്. അതിലൊക്കെ കുറേ ചകിരിച്ചോറൊക്കെ വെച്ച് നമ്മുടെ വളങ്ങൾ മിക്സ് ചെയ്താൽ ചെടികൾ നന്നായിട്ടുണ്ടാവും. നല്ലപോലെ നനയ്ക്കുകയും കൂടെ ചെയ്താൽ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അവരുടെ നമ്പർ വേണമെങ്കിൽ നമ്മൾ താഴെ കൊടുക്കാം.